നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ഷീല സണ്ണി മയക്കുമരുന്ന് കേസിൽ കുടുങ്ങിയ കാഴ്ച. ഈ വാർത്ത നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇതാ ഏറ്റവും നിർണായകമായ ചില കണ്ടെത്തലുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയതിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷീലയുടെ മകൻ്റെ ഭാര്യ സഹോദരി ലിവിയ ജോസാണ് പ്രധാന കുറ്റവാളി. ലിവിയ തന്നെയാണ് ഒരു നൈജീരിയക്കാരനിൽ നിന്ന് ലഹരി വാങ്ങിയെടുക്കുന്നതും പിന്നീട് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ കൊണ്ടുപോയി വയ്ക്കുന്നതും. എന്നാൽ ഇവിടെ നൈജീരിയക്കാരൻ ചതിച്ചതോടെ ഷീല സണ്ണി രക്ഷപ്പെട്ടു. വ്യാജ ലഹരി സ്റ്റാമ്പായിരുന്നു ലിവിയ ജോസ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ കൊണ്ടുചെന്ന് വെച്ചത്. അതാണ് ഷീല സണ്ണിക്ക് ആദ്യഘട്ടത്തിൽ ഗുണകരമായതും. സഹോദരിയുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ലിവിയയെ പ്രകോപിപ്പിച്ചത് എന്ന് ലിവിയ പറയുന്നു. ഈ കേസിനെ തുടർന്ന് ലിവിയ വിദേശത്തേക്ക് രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ ലിവിയയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ലിവിയയെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായമാണ് ഇപ്പോൾ പോലീസ് തേടുന്നത്. നേരത്തെ ഹൈക്കോടതി ലിവിയ ജോസിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് വിദേശത്തേക്ക് ലിവിയ രക്ഷപ്പെട്ടത്. ആ ഘട്ടത്തിൽ പോലീസോ അന്വേഷണ സംഘമോ ലിവിയക്കെതിരെ ശക്തമായ തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ലിവിയയുടെ സുഹൃത്ത് നാരായണദാസ് കുടുങ്ങിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. പോലീസ് ചോദ്യം ചെയ്യലിൽ മണി പോലെ നാരായണദാസ് കാര്യങ്ങൾ വിശദീകരിച്ചു. ഷീലയെ കൊടുക്കാൻ ഉപയോഗിച്ച വ്യാജ ലഹരി സ്റ്റാമ്പ് വാങ്ങിയതും അത് ഷീലയുടെ സ്കൂട്ടറിൽ വെച്ചതും ലിവിയയാണ് എന്ന് നാരായണദാസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. അതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകളും നാരായണദാസിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ലിവിയയുടെയും സഹോദരിയുടെയും ലക്ഷ്യം ഏതുവിധേനയും ഷീല സണ്ണിയുടെ വിദേശയാത്ര ഒഴിവാക്കുകയായിരുന്നു. ഷീല സണ്ണി ഇറ്റലിയിലേക്ക് പോയി അവിടെ ജോലി ചെയ്ത് സമ്പാദിക്കാനൊക്കെ തീരുമാനമെടുത്തിരുന്നു. ഷീല സണ്ണിയെ കൊടുക്കുന്നതിനായി നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്ന് ലഹരി സ്റ്റാമ്പുകൾ വാങ്ങിയത് ലിവിയയാണ്. എന്നാൽ നൈജീരിയക്കാരൻ ലിവിയയ്ക്ക് നൽകിയത് വ്യാജ ലഹരി സ്റ്റാമ്പുകൾ. ബംഗളൂരുവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തൃപ്പൂണിത്തറ നാരായണീയം വീട്ടിൽ നാരായണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതോടെയാണ് കാര്യങ്ങളുടെ ചുരുൾ നിവർന്നത്. ഷീല സണ്ണി ലഹരി സ്റ്റാമ്പുകൾ വിൽക്കുന്നുവെന്ന് എക്സൈസിന് വിവരം നൽകിയത് ഇതേ നാരായണദാസ്. നാരായണദാസും ലിവിയ ജോസും തമ്മിൽ അടുത്ത ബന്ധം. ബംഗളൂരുവിൽ ലിവിയ ജോസുമായി വളരെ അടുത്ത സൗഹൃദമായിരുന്നു നാരായണദാസിനുണ്ടായിരുന്നത്. ബംഗളൂരുവിൽ ലിവിയ ജോസിനൊരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടായിരുന്നുവെന്നൊക്കെ വീട്ടുകാർക്കറിയാം. എന്നാൽ ലിവിയയും നാരായണദാസും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നിപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായും കുടുംബപരമായും മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ. ഇതാണ് ഷീലയ്ക്കെതിരെ തിരിയാനുള്ള ലിവിയയുടെ പ്രകോപനം. നാരായണദാസുമായി ചേർന്ന് ലിവിയ ബംഗളൂരുവിൽ വെച്ച് ഗൂഢാലോചന നടത്തി. അങ്ങനെയാണ് മയക്കുമരുന്ന് ഷീലയുടെ സ്കൂട്ടറിൽ നിക്ഷേപിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത്. നാരായണദാസിന് എക്സൈസിൽ ചില പിടിപാടുകളുണ്ട്. ആ പിടിപാടുകൾ ഉപയോഗിച്ച് ഷീല സണ്ണിയെ കയ്യോടെ തൂക്കി അകത്തിടുക, അങ്ങനെ ഇറ്റലി യാത്ര ഒഴിവാക്കുക. 2023 ഏപ്രിൽ 27 തലേ ദിവസം ലിവിയ ഷീലയുടെ വീട്ടിലെത്തി ബാഗിലും സ്കൂട്ടറിലും സ്റ്റാമ്പ് വെച്ചു. ഇരിങ്ങാലക്കുടയിലെ എക്സൈസ് ഉദ്യോഗസ്ഥനെയും കൂട്ടി അന്ന് തന്നെ നാരായണദാസ് ചാലക്കുടിയിലെത്തി ഷീലയുടെ വരവും പോക്കുമൊക്കെ അയാളെ കാട്ടിക്കൊടുത്തു. ഇവിടെ നാരായണദാസ് മാത്രമല്ല, എക്സൈസിലെ ചില ഉദ്യോഗസ്ഥരും ഈ കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിന്നു. 27-ാം തീയതി ഷീലയെ എക്സൈസ് സംഘം പിടികൂടുമ്പോൾ തൊട്ടടുത്ത് തന്നെ പതുങ്ങി നിന്നു നാരായണദാസ്. ഷീലയുടെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചെടുത്തത് വ്യാജലഹരിയാണ് എന്ന് തെളിഞ്ഞത് 72 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ദൈവം രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഷീല ഇറ്റലിയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോകാനുള്ള നീക്കത്തെ തടയുകയായിരുന്നു മരുമകളുടെയും സഹോദരിയുടെയും ലക്ഷ്യം. ഇതിനുവേണ്ടി ഷീലയുടെ മകനും കൂട്ടുനിന്നു. മരുമകളുടെ സ്വർണവും ഭൂമിയും ഒക്കെ തിരിച്ചു കൊടുക്കാത്തതാണ് ഈ കൊടും ക്രൂരതയുടെ കാരണമെന്ന് നാരായണദാസ് പോലീസിനോട് പറഞ്ഞു. ഇത് പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. ലിവിയ ജോസിനെ ചോദ്യം ചെയ്താൽ മാത്രമേ യഥാർത്ഥ വസ്തുതകളുടെ ചുരുൾ നിവരൂ എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നു. 23-കാരിയാണ് കാലടി സ്വദേശിനിയായ ലിവിയ ജോസ്. ഇവളെ പോലുള്ളവർ രണ്ടും കെട്ടിറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യും? അതും സ്വന്തം സഹോദരിയുടെ അമ്മായിമ്മയെ മയക്കുമരുന്ന് കേസിൽപ്പെടുത്തി ജയിലിലടയ്ക്കാൻ നോക്കുന്ന പ്രകൃതം. ബംഗളൂരുവിൽ വെച്ചുള്ള പരിചയമാണ് നൈജീരിയക്കാരനുമായിട്ട്. ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിനാണ് ഇവൾ പഠിക്കുന്നത്. ഷീല സണ്ണിയുടെ മകൻ സംഗീതിനെയാണ് ലിവിയയുടെ ചേച്ചി വിവാഹം ചെയ്തത്. ലിവിയയും ചേച്ചിയും തമ്മിലുള്ള സൗഹൃദം, ഒപ്പം സംഗീതുമായി ലിവിയയ്ക്കുള്ള വലിയ അടുത്ത ബന്ധം.
വിവാഹ സമയത്ത് സംഗീതും കുടുംബവുമൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ലിജിയുടെ 10 ലക്ഷം രൂപയുടെ സ്വർണം കുടുംബത്തിന്റെ കടം വീട്ടാൻ സംഗീത് ഉപയോഗിച്ചു. ഇതാണ് മരുമകൾക്കുള്ള കലിപ്പ്. 10 ലക്ഷം രൂപയ്ക്ക് പുറമെ ലിജിയുടെ 10 സെന്റ് ഭൂമി പണയപ്പെടുത്തി വായ്പയും എടുത്തു. എന്നിട്ടും ലിജിക്ക് വീട്ടിൽ അവഗണനയായിരുന്നു എന്ന പരാതിയാണ് മരുമകൾക്കുള്ളത്. ഇതിനിടയിൽ ഷീല സണ്ണി ഇറ്റലിയിൽ ജോലിക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. താൻ ഇറ്റലിയിൽ പോയി ജോലി ചെയ്ത് ലിജിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ തരാം, പണയപ്പെടുത്തിയ ഭൂമി തിരിച്ചെടുത്തു കൊടുക്കാം എന്നൊക്കെ ഷീല സണ്ണി പറഞ്ഞു. ഇതേ ചൊല്ലി പലപ്പോഴും വഴക്കുണ്ടാക്കി. ഇറ്റലിയിലേക്ക് പോകുന്നതിന് മുൻപ് ഏതെങ്കിലും മാർഗത്തിൽ പണം തിരികെ കൊടുക്കണമെന്നും ഭൂമി തിരിച്ചെടുത്തു കൊടുക്കണമെന്നും മരുമകൾ വാശി പിടിച്ചു. മകൻ സംഗീതാകട്ടെ മരുമകൾക്കൊപ്പവും. അമ്മ ഏതു വിധേനയും ആരിൽ നിന്നെങ്കിലും പണം വാങ്ങി മരുമകളുടെ കടം തീർക്കാൻ മകൻ ഉപദേശിക്കുന്നു. ഒടുവിൽ ഷീല സണ്ണി ഇറ്റലിയിലേക്ക് പോകുമെന്നുറപ്പിച്ച ലിവിയ ജോസ് ഒരു കാര്യം ഉറപ്പിച്ചു: ഇറ്റലിയിലേക്കുള്ള യാത്ര മുടക്കിയിടുക, പകരം ഷീല സണ്ണിയെ ജയിലിലാക്കുക. അങ്ങനെയാണ് ലഹരി സ്റ്റാമ്പ് ആഫ്രിക്കക്കാരിൽ നിന്ന് വാങ്ങുന്നത്. ഇതും നാരായണദാസുമായി ആലോചിച്ചതിന് ശേഷം. സ്റ്റാമ്പ് സ്കൂട്ടറിൽ വെച്ചു എന്ന് ലിവിയ ജോസ് നാരായണദാസിനെ അറിയിക്കുന്നു. തുടർന്ന് എക്സൈസ് സംഘത്തെയും. ഇതിൽ കൊടും കുറ്റവാളികളായ എക്സൈസ് ഉദ്യോഗസ്ഥരുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 10,000 രൂപ വാങ്ങി ആഫ്രിക്കക്കാരൻ ലഹരി സ്റ്റാമ്പ് എന്ന് പറഞ്ഞത് വെറും ഡ്യൂപ്ലിക്കേറ്റ് സാധനം. അതാണത്രേ ഒടുവിൽ ഷീല സണ്ണിക്ക് പോലും സഹായമായത്. 72 ദിവസത്തിന് ശേഷം ലഹരി സ്റ്റാമ്പിൻ്റെ ഒറിജിനൽ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഷീല സണ്ണി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. വ്യാജ ലഹരി സ്റ്റാമ്പാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചെടുത്തത് എന്ന് രാസപരിശോധനയിൽ മനസ്സിലായി. സഹോദരിയുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ലിവിയയെ ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് പ്രകോപിപ്പിച്ചത് എന്ന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു മാധ്യമങ്ങളോട് പറഞ്ഞു. അവരെ 2ാം പ്രതിയാക്കും. ബംഗളൂരുവിൽ പഠിക്കുന്ന ലിവിയയ്ക്ക് സ്പോൺസറായി നിന്ന നാരായണദാസ് എന്തായാലും ഇത്തരം കൊടും ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വലിയ ക്രിമിനൽ തന്നെയാണ്. ഇയാൾക്കെതിരെ പല കേസുകളും ഇപ്പോൾ നിലവിലുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. തനിക്ക് നാരായണദാസിനെ അറിയില്ല എന്ന് ഷീല സണ്ണി മാധ്യമങ്ങളോടും പോലീസിനോടുമൊക്കെ പറഞ്ഞിരുന്നു. വാർത്തകളിലൂടെയാണ് അയാളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. എന്തിനാണ് നാരായണദാസ് തന്നെ ശത്രുവായി കരുതുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് നിഷ്കളങ്കതയോടെ ആദ്യഘട്ടത്തിൽ ഷീല സണ്ണി പറഞ്ഞിരുന്നു. പിന്നീട് തന്നെ കുടുക്കിയത് മരുമകളും സഹോദരിയും ചേർന്നാണ് എന്നറിഞ്ഞ ഷീല സണ്ണി തകർന്നുപോയി. ഒപ്പം തന്റെ മകൻ സംഗീത് കൂടി തന്നെ ചതിച്ചുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഏറെ തളർന്നിരുന്നു. ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷീല സണ്ണിയെ അറസ്റ്റ് ചെയ്തത് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞിരുന്നു. നാരായണദാസിനെ ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപം ബൊമ്മനഹള്ളി എന്ന സ്ഥലത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മണിമണിയായി നാരായണദാസ് കാര്യങ്ങൾ വിശദീകരിച്ചു. ഷീലയുമായി തനിക്ക് ഒരു മുൻപരിചയം പോലുമില്ല, കണ്ടിട്ടില്ല. നാരായണദാസ് പോലീസിന് മൊഴി നൽകി. കേസിൽ ഷീലയുടെ മകൻ സംഗീതിനും പങ്കുണ്ട് എന്ന് നാരായണദാസ് പോലീസിനോട് പറഞ്ഞു. സംഗീതിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പലവട്ടം പോലീസ് നിർദ്ദേശിച്ചു. എന്നാൽ ചോദ്യം ചെയ്യാനായി പോലീസിന് മുന്നിൽ ഇതുവരെ സംഗീത് എത്തിയില്ല. മരുമകളുടെ സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് ഷീലയുമായി മകന് നേരത്തെ തന്നെ തർക്കമുണ്ട്. കുടുംബത്തിന്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഇറ്റലിയിലേക്ക് ജോലിക്ക് പോകാൻ ശ്രമിച്ച ഷീല സണ്ണിയെ കുടുക്കാനുള്ള ട്രാപ്പ്. അതിക്രൂരമാണ് ഇത്തരം സംഭവങ്ങൾ. സ്വർണത്തിന്റെ കാര്യത്തിലും ഭൂമിയുടെ കാര്യത്തിലും തീരുമാനമുണ്ടാക്കിയിട്ട് ഇറ്റലിയിലേക്ക് പോയാൽ മതി എന്ന് മകൻ സംഗീതും മരുമകളുമൊക്കെ ഷീല സണ്ണിയോട് പറയുമ്പോൾ അവർ ഒരിക്കലും കരുതിയില്ല ഇത്തരമൊരു ക്രൂരത. ജയിലിലകപ്പെട്ട ഷീല സണ്ണിക്ക് പിന്നീട് അത്രയേറെ ആശ്വാസമായത് സ്വന്തം മകളുടെ നിലപാടാണ്. ഒപ്പം മരുമകന്റെ നിലപാടും. സ്വന്തം മകനേക്കാൾ കൂടുതലായി മരുമകൻ തന്നെ ആ അവസരത്തിൽ ചേർത്തു നിർത്തി എന്ന് ഷീല സണ്ണി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. മകനല്ല, മരുമകനാണ് തനിക്ക് യഥാർത്ഥ മകനായി മാറിയത് എന്ന് ഷീല സണ്ണി ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ലിവിയ ജോസും സഹോദരിയും ഒക്കെ ചേർന്ന് നടത്തിയ കൊടും ക്രൂരതയുടെ ആ ചുരുളാണ് ഇപ്പോൾ നിവർന്നിരിക്കുന്നത്. ഷീല സണ്ണി എന്ന നിരപരാധിയുടെ കണ്ണീരിന് എന്ത് പരിഹാരമൊരുക്കാൻ കഴിയും ഇവർക്കൊക്കെ? കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടിച്ച് ജയിലിറക്കുള്ളിൽ അടയ്ക്കുക, അതുമാത്രമാണ് നമുക്ക് മുന്നിലുള്ള നിയമത്തിൻ്റെ വഴി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.